സ്റ്റുഡൻറ്, ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഡിവിസിബിലിറ്റി റൂളുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. 1 മുതൽ 15 വരെയുള്ള ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. നമുക്ക് കാണേണ്ട ഏതാണ്? 16ൻ്റെ ആണ്. 16ൻ്റെ വളരെ ഈസി ആയിട്ടുള്ള റൂളാണ്, മാജിക് റൂളാണ്. അതായത് ഒരു നമ്പറിനെ 16 കൊണ്ട് നമ്മൾ ടേബിൾ എടുത്ത് ചെയ്യാന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 8421 എന്നുള്ള മാജിക് റൂൾ ഉണ്ട്. പെട്ടെന്ന് ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. 16 കൊണ്ട് ചെയ്യുന്നത് എങ്ങനെ? എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 16 ഇഫ് ദ ലാസ്റ്റ് 4 ഡിജിറ്റ് ആർ ഡിവിസിബിൾ ബൈ 16. അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സ് എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, അതിൻ്റെ 4 നമ്പേഴ്സ് മാത്രം, ലാസ്റ്റത്തെ 4 ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി, നമുക്കത് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അറിയാം. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഏതാണെന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് 3, 4, 2, 1, 6, 0 one ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3, 4, 2, 1, 6, 0 നമ്മൾ നേരത്തെ കണ്ടിരുന്നു. 4ൻ്റെ കണ്ടിട്ടുണ്ട്, ഇതുപോലെ തന്നെ മാജിക് റൂൾ വെച്ച് കണ്ടു നമ്മൾ. അത് കണക്ക് തന്നെ 8ൻ്റെയും കണ്ടു. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പം ഏത് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 8, 4, 2, 1 നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. 8, 4, 2, 1 എങ്ങനെയാണെന്ന് നോക്കിയേ. ഇതിൽ 4 ഡിജിറ്റ്, ഈ 2160യെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് വളരെ പാടാണ് അല്ലേ. നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഇതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നോക്കാം. 8, 4, 2, 1 വെച്ചിട്ട് ആദ്യമേ നമ്മൾ, അതായത് ഇതിനെ ഓരോ നമ്പറിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യമേ നമുക്ക് 1000 2 ഇൻറ്റു, അതായത് 8, 4, 2, 1 റൂൾ ചെയ്യുമ്പോൾ 8 ഇൻറ്റു 1000 പ്ലേസിനുള്ള നമ്പറിനെ ചെയ്യണം. 8 ഇൻറ്റു തൗസൻഡ്സ് പ്ലസ് പിന്നെയോ 4 കൊണ്ട് നമ്മൾ 100 പ്ലേസുള്ള നമ്പറിനെ കാണണം. കണ്ടോ? പിന്നെയോ നമ്മൾ 2 കൊണ്ട് നമ്മൾ 10th പ്ലേസിനെ കാണണം. ഓക്കെ. പ്ലസ് 1 കൊണ്ട് 1's പ്ലേസിനെയും കാണണം. അതായത് ഇത് 8 കൊണ്ട് 1000 പ്ലേസിനുള്ള നമ്പർ ഇതേതാണ്? 1's, 10's, 100, 1000s അല്ലേ. ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ 1000 സ്ഥാനത്തുള്ളത് ഏതാണ്? 2. അപ്പോൾ 8 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു 100ൻ്റെ സ്ഥാനത്തുള്ളത് 1 പ്ലസ് 2 ഇൻറ്റു 10ൻ്റെ സ്ഥാനത്തുള്ളത് 6 പ്ലസ് 1's. ഓക്കെ ആണല്ലോ. നമുക്കിനി നമ്പേഴ്സ് കൊടുക്കാം. അപ്പോൾ 8 ഇൻറ്റു 8, 4, 2, 1 റൂളിൽ 8 ഇൻറ്റു തൗസൻഡ്സ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു പ്ലസ് 4 ഇൻറ്റു 100 1 പ്ലസ് 2 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു 0 ഉണ്ടോ? നോക്കൂ. 8 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 16 വരും അല്ലേ. 4 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 4 വരും. പ്ലസ് 2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 12 വരും. പ്ലസ് 0. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് 8, 4, 2, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 വെച്ച് തുടങ്ങിയാൽ മതി. 1 കൊണ്ട് ഇതിനെ ഇത്രയേ ഉള്ളൂ. 1000 പ്ലേസിൽ നിന്ന് തുടങ്ങുക. ഓഡ് പ്ലേസിൽ നിന്ന് തുടങ്ങിയ 1000 4 ഇതുവരെ, അത് 4 പ്ലേസ് വരെ നോക്കിയാൽ മതി. അപ്പോൾ നോക്കിയാൽ 16 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 20, 20 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ 32 എന്ന് പറയുന്നത് നമുക്കറിയാം. 16 ഇൻറ്റു 2 ആണ് 32 വരുന്നത്. 16 ഇൻറ്റു 2 ആണ് 32 എന്ന് പറയുന്ന നമ്പർ വരുന്നത്. എളുപ്പമായില്ലേ? അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ നമ്പേഴ്സ് വെച്ചും കാണാൻ പറ്റും. നമുക്ക് നോക്കാം. അടുത്തതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അടുത്ത് നോക്കാം. 2048. അപ്പം 8, 4, 2, 1 റൂൾ എപ്പോൾ ചോദിച്ചാലും പറയാവുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം. 8 കൊണ്ട് 1000 പ്ലേസ് ചെയ്യുന്നത് 1's, 10's, 100, 1000s. 8 കൊണ്ട് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? 1000 പ്ലേസിനെ 8 ഇൻറ്റു 1000 പ്ലേസിനുള്ളത് 2 പ്ലസ് 4നെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 100 പ്ലേസിനുള്ളതിനെ. അപ്പം 4 ഇൻറ്റു 100 പ്ലേസിലുള്ളത് ഏതാണ്? ഇത് 0 പ്ലസ് 2 ഇൻറ്റു 2 ഏതാണ്? 10's പ്ലേസിനെ 2 ഇൻറ്റു 4. 10's പ്ലേസിൽ കിടക്കുന്ന ഇത് 4 ആണ്. പ്ലസ് ഇനി എത്രയാണ്? അത് 1 ഇൻറ്റു ഏതാണ്? 8. 1's പ്ലേസിൽ കിടക്കുന്നത് 8. മനസ്സിലായല്ലോ? അതായത് ഇത് 8 കൊണ്ട് 1000 പ്ലേസിനെയും 4 കൊണ്ട് 100 പ്ലേസിനെയും 2 കൊണ്ട്
ടെൻസ് പ്ലേസിനെയും 1 കൊണ്ട് 8 പ്ലേസിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അത് ആഡ് ചെയ്യണം. 8 × 2 എന്ന് പറയുന്നത് 16 പ്ലസ് 4 × 0 0 പ്ലസ് 2 × 4 8 പ്ലസ് 1 × 8 8 തന്നെ. നോക്കിക്കേ, 16 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24. 24 പ്ലസ് 8 32. ഇതും 32 തന്നെ നമുക്ക് ആൻസർ. 32 എന്ന് പറഞ്ഞാൽ എന്താണ്? 16ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, 8421 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 4 ഡിജിറ്റ് മാത്രം നോക്കുക. അതിനെ ഓരോന്നിനെയും അതേ പ്ലേസിലുള്ള 1000 പ്ലേസ്, 100 പ്ലേസ്, 10 പ്ലേസ്, 1 പ്ലേസ് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 16ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അത് 16 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്ത റൂൾ ഏതാണ്? 8421. അത് എഴുതുമ്പോൾ തന്നെ നമുക്ക് ആ പ്ലേസ് നോക്കിയാൽ മതി. 100, 1000, 1s, 10s. ഇത് നമുക്ക് അടുത്തത് ഇപ്പോൾ 16ന്റെ റൂൾ 8421 കണ്ടതുപോലെ തന്നെ നമുക്ക് 40 റൂൾ ഉണ്ട്. നമ്മൾ 8ൽ പഠിച്ചത് എന്താണ്? 30 റൂൾ അല്ലേ? 4ൽ പഠിച്ചത് എന്താണ്? 20 റൂൾ. 4 നമ്പറിൻ്റെ ഡിവിസിബിലിറ്റി പഠിച്ചപ്പോൾ 20 റൂൾ. അതുകൊണ്ടൊക്കെ തന്നെ 21. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 40 റൂൾ നമുക്ക് പഠിക്കാം. 40 റൂൾ. 40 റൂൾ എങ്ങനെയാണ് വരുന്നത്? തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4, അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ലാസ്റ്റ് 4 നമ്പേഴ്സ് 0 ആവുകയാണെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ ഒരു നമ്പർ എടുക്കുകയാണ് 5 6 7 6 0 0 0 0 ഇങ്ങനെ 4 0 അടുപ്പിച്ച് വരികയാണ്. അതായത് 4 0 അടുപ്പിച്ച് ലാസ്റ്റ് എൻഡ് ഡിജിറ്റായിട്ട് വരികയാണെങ്കിൽ നമുക്കതിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം നമ്മൾ നേരത്തെ 8ന്റെ കേസിലാണ് 3 0 അടുപ്പിച്ച് വരണമായിരുന്നു അല്ലേ? 4ന്റെ കേസിൽ ഏതാണ്? 2 0 അടുപ്പിച്ച് വരണമായിരുന്നു അല്ലേ? അപ്പം 8ഉം 4ഉം 8ഉം 16 തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്ന ക്ലാസ്സുകളിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 40 റൂളാണ് അല്ലേ? 40 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി ഈ നമ്പർ നോക്കിയേ, 3,50,000 അല്ലേ? ഈ നമ്പേഴ്സ് നോക്കി ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഇതെങ്ങനെയാണ് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കുന്ന? ലാസ്റ്റ് 4 ഡിജിറ്റ് 0 ആണ്. നമുക്കിനി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ലാസ്റ്റ് 4 ഡിജിറ്റ് 0 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ പറയാം 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എത്ര നമ്പേഴ്സും ആയിട്ട് 6 5 6 7 0 0 0 0 കണ്ടോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇന്നത്തെ മാജിക് റൂള് 8421 40 മാജിക് റൂളുമാണ് അല്ലേ? 8421 നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ എല്ലാവർക്കും?